السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والبدن جعلناها لكم من شعائر الله لكم فيها خير فاذكروا الله عليها صواف فإذا وجبت جنوبها فكلوا منها وأطعموا القاني والمعتر كذلك سخرناها لكم لعلكم تشكرون. ഏറെ സ്നേഹമുള്ള എൻ്റെ ആദരണീയനായ ഗുരുനാഥൻ ശംസുദ്ദീൻ പാലക്കോട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ചുള്ള വളരെ ഗൗരവപ്പെട്ട ചർച്ചകളും പഠനങ്ങളുമാണ് ഈ ഒരു സെഷനിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശംസുദ്ദീൻ പാലക്കോട് സാർ പറഞ്ഞതുപോലെ കേൾക്കുകയും മറക്കുകയും ചെയ്യുന്ന അവസ്ഥ ഒഴിവാക്കി ജീവിതത്തിലെ സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്ന ദീനിൻ്റെ പ്രചാരകരും പ്രബോധകരുമായി അവനവൻ മാറേണ്ടുന്ന ഒരു തലത്തിലേക്ക് ശ്രോതാക്കളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നോളജ് സെഷൻ സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം സമ്മേളനം എന്നുള്ളത് കുറേ ആളുകളെ ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിപ്പിച്ച് കൊണ്ടുവന്ന് സമ്മേളനത്തിൻ്റെ സംഘാടന ശക്തിയോ സംഘടനാ ശക്തിയോ പ്രകടിപ്പിക്കേണ്ടുന്ന ഒന്നല്ല. ഇതൊരു തർബീയത്തിൻ്റെ കേന്ദ്രമാണ്, അവസരമാണ്. തീർച്ചയായും കൃത്യമായ വിവരത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സമൂഹത്തിന് മാത്രമേ ഏതൊരു സമുദായത്തിലും സമൂഹത്തിലും പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ എന്ന കൃത്യമായ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകൾ, പഠനങ്ങൾ ഈ ഒരു സെഷൻ്റെ ഭാഗമായി, ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന നമ്മുടെ ഈ ഒരു കൂടിയിരുത്തവും ഈ സമ്മേളനത്തിൽ നമ്മുടെ സാന്നിധ്യവും ഒന്നും വെറുതെയല്ല, ഒരിക്കലും വെറുതെയല്ല, തീർച്ചയായും പ്രതിഫലാർഹം തന്നെയാണ്. പടച്ചവനെ, എനിക്കതൊരു വലിയ പ്രതിഫലമായി നാളെ പരലോകത്ത് നൽകണമേ എന്ന ഒരു നീയത്തില്ലാതെ ഈ സദസ്സിൽ, ഈ സമ്മേളനത്തിൽ ആരും ഇരിക്കരുത്, പങ്കെടുക്കരുത് എന്ന് വ്യക്തിപരമായി ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഏതായാലും ഒരു സമ്മേളനം നടക്കുന്നുണ്ട്, ആ സമ്മേളനം ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് അവർ എന്ന അർത്ഥത്തിലാവരുത് ഈ സമ്മേളനത്തിൽ, ഈ സെഷനിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടത്. ഇതൊരു വിജ്ഞാനത്തിൻ്റെ പാഠങ്ങൾ പഠിക്കേണ്ടുന്ന സെഷനാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിഫലം തീർച്ചയായും ലഭിക്കണം എന്ന സതുദ്ദേശത്തോടെ മാത്രമേ ഈ സദസ്സിലും ഈ ചുറ്റുപാടിലും നിങ്ങൾ ഉണ്ടാകാവൂ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. ഇസ്ലാം അള്ളാഹു നമുക്ക് കനിഞ്ഞരുളിയ അള്ളാഹുവിൻ്റെ മതമാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹു നമുക്ക് കനിഞ്ഞരുളിയ ഒരു മതമാണ് ഇസ്ലാം. അതിൽ യാതൊരുവിധ വക്രതക്കോ യാതൊരു വിധത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾക്കോ യാതൊരു വിധത്തിലുള്ള യുക്തിരഹിതമായ വാദങ്ങളോ ഇസ്ലാമിലില്ല. അൽഹംദുലില്ലാ, നാം ഏറെ സന്തോഷിക്കണം. ലോകത്ത് ഒരുപാട് മതവിഭാഗങ്ങളുണ്ട്. ആ മതവിഭാഗങ്ങൾക്ക് അവരുടെ മതകീയമായ ചടങ്ങുകൾ, കാര്യങ്ങൾ എങ്ങനെ നിർവഹിക്കണം എന്നുള്ളതിന് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് ലോകത്ത് പലയിടത്തുമുള്ളത്. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ലോകത്ത് എവിടെ ഒരു മുസ്ലിം മരണപ്പെട്ടാലും ആ മുസ്ലിമിൻ്റെ മരണാനന്തര കർമ്മങ്ങൾ എങ്ങനെ നിർവഹിക്കണം എന്നുള്ളതിന് ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു ചർച്ചയോ
ഒരു ഗവേഷണമോ ആ അർത്ഥത്തിലുള്ളൊരു ചർച്ചകളോ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ നിലപാടുകളോ കർമ്മങ്ങളോ ഉണ്ടാവുകയില്ല. ആ വ്യക്തി മരണപ്പെട്ടാൽ ആ വ്യക്തിക്ക് വേണ്ടിയുള്ള സംസ്കരണ പ്രക്രിയ, ആ വ്യക്തിക്ക് വേണ്ടിയുള്ള കഫൻ ചെയ്യുന്ന അവസ്ഥകൾ, നമസ്കാരം, കബറടക്കൽ അതുണ്ടാകുന്നു. ഒരൊറ്റ ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. എന്നാൽ ലോകത്ത് വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ മരണപ്പെടുന്ന ആളുകളെ എങ്ങനെ സംസ്കരിക്കുന്നു എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന പല പ്രാകൃതങ്ങളായ വൈകൃതങ്ങൾ ഇതിൻ്റെ പേരിൽ കാണാൻ സാധിക്കും. ഒരു സ്ഥലത്ത് കാണുന്നത് വീട്ടിൽ അച്ഛനെയും മരിച്ച അച്ഛനെയും അമ്മയെയും കൂടി അവിടെ തന്നെ കെമിക്കലുകൾ ചേർത്ത് അവിടെ റൂമിൽ സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് ദുർഗന്ധം വരാതിരിക്കാൻ കെമിക്കലുകൾ ചേർത്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. യൂട്യൂബുകളിൽ അതുപോലെ തന്നെ ഗൂഗിളുകളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ദൃശ്യങ്ങൾ ലഭ്യമാകും. വേറെ ഇടത്ത് കടലിലേക്ക് എടുത്തെറിയുകയാണ്, വേറെ ഇടത്ത് മറ്റു പ്രാകൃതങ്ങളായ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ്. എന്നാൽ ഇസ്ലാം, അള്ളാഹു നമുക്ക് കനിഞ്ഞരളി ഇസ്ലാമിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഒരഭിപ്രായ വ്യത്യാസവുമില്ല. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അള്ളാഹു നമുക്ക് ഇസ്ലാമിലേക്ക് ഹിദായത്ത് നൽകിയത് കൊണ്ടാണ് ഈ ഒരു മതത്തിന്റെ വക്താക്കളായി നമ്മൾ മാറിയത് എന്നതുകൊണ്ട് തന്നെ ഈ മതത്തെയും ഈ ഇസ്ലാമിനെയും ആ ഇസ്ലാമിലേക്ക് ഹിദായത്ത് നൽകിയ റബ്ബിനെയും അങ്ങേയറ്റം സ്തുതിക്കേണ്ടവരാണ് നമ്മൾ എന്ന തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള ഓരോ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഇസ്ലാം എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച മതമാണ്. ആരെയും ആക്രമിക്കാനോ ദ്രോഹിക്കുവാനോ ആരെയെങ്കിലും മർദ്ദിക്കുവാനോ ക്രൂരത ചെയ്യുവാനോ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അത് മനുഷ്യരോട് മാത്രമല്ല, ലോകത്തുള്ള ജീവജാലങ്ങളോടെല്ലാം വളരെ നല്ല നിലയ്ക്ക് പെരുമാറാനാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അത് മൃഗങ്ങളോടാവട്ടെ, സസ്യങ്ങളോടാവട്ടെ, ഇനി മറ്റ് ജീവജാലങ്ങളോടാവട്ടെ, എല്ലാവരോടും വളരെ സ്നേഹപൂർവ്വം ഇടപെടാനാണ് ഇസ്ലാം പഠിപ്പിച്ചത്. നമുക്കറിയുന്ന ഇസ്ലാമിന്റെ പ്രവാചകൻ, കാരുണ്യത്തിന്റെ പ്രവാചകൻ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കുണ്ട്, ഇർഹമു മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ. എല്ലാവർക്കും ഹൃദിസ്ഥമായ ഒരു ചെറിയ ഹദീസാണത്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. മല്ലാ യർഹം ലാ യുർഹം. മനുഷ്യരോടും ജീവജാലങ്ങളോടും സസ്യലതാദികളോടും ഈ പരിസ്ഥിതിയോടും കാരുണ്യം കാണിക്കാത്തവരോട് അള്ളാഹു കാരുണ്യം കാണിക്കുകയില്ല. അപ്പോ തൊട്ടടുത്തുള്ള അയൽവാസിയെ മാത്രമല്ല, തൻ്റെ കൂടെ ജീവിക്കുന്ന മനുഷ്യരോട് മാത്രമല്ല, ലോകത്തുള്ള ജീവജാലങ്ങളോടെല്ലാം കാരുണ്യത്തോടെ ഇടപെടാനും കാരുണ്യത്തോടെ പ്രവർത്തിക്കാനുമാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം യാത്ര ചെയ്യാണ്. അപ്പോൾ മെലിഞ്ഞൊട്ടിയ ഒരു ഒട്ടകപ്പുറത്ത് ഒരു മനുഷ്യൻ യാത്ര ചെയ്യുന്ന കണ്ടപ്പോൾ ആ മനുഷ്യനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഒട്ടകത്തിന്റെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഇതിന് നീ ആവശ്യമായ വെള്ളവും ഭക്ഷണവും നൽകുക എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ തിരുത്തിയ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര ചെയ്യാണ്. ആ സന്ദർഭത്തിൽ തൻ്റെ വഴിയോരത്ത് ഒരു പട്ടി പ്രസവിച്ചതായി കാണുകയാണ്. നമുക്കറിയാം, ഏത് ജീവജാലങ്ങളാണെങ്കിലും ആ അത്തരം സന്ദർഭങ്ങളിലുള്ള അതിൻ്റെ പ്രയാസവും വേദനയും മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ മകുടോദാഹരണമായ പ്രവാചകൻ ജുബൈൽ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെ അവിടെ നിർത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്തവരാണ് ഈ അധിക ആളുകളും. ആ വഴിയോരത്ത് ആ ഒരു മരുഭൂമിയിൽ ഒരു സ്വഹാബിയെ നിർത്തുകയാണ്. എന്നിട്ട് എന്തിനാ നിർത്തിയെന്നറിയോ നിങ്ങൾ? എൻ്റെ അനുചരന്മാരിൽ ആരും ഈ പട്ടിയെ ഉപദ്രവിച്ചു പോകരുത്, അറിയാതെ പോലും. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ പൂർണ്ണമായി നിർവഹിക്കപ്പെടുന്നത് വരെ അത് സുരക്ഷിതനായിരിക്കണം എന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബിയെ നിർത്തിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരെ അതിൽ ഇടപെടരുത്, അതിനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന് ഉദാഹരണമാണിത്. എനിക്ക് ശേഷം ജന്തുക്കളോടുള്ള അവകാശങ്ങൾ എന്ന വിഷയം വരുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വിശദീകരിക്കുകയല്ല. ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള ധാരാളം ഉദാഹരണങ്ങൾ, എണ്ണിയാലെടുക്കുന്ന 15ഓളം ഉദാഹരണങ്ങൾ ജന്തുക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച ഉദാഹരണങ്ങളെ നമുക്ക് എടുത്തു പറയാൻ പറ്റും. പ്രവാചകന്റെ അനുയായികളും അങ്ങനെ തന്നെയായിരുന്നു. നമുക്കറിയാം, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരാടിനെ ഇങ്ങനെ അങ്ങാടിയിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന കണ്ടു. നമ്മൾ മനസ്സിലാ ചിത്രം കാണുക. ഒരാടിനെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവാണ് അറുക്കാൻ വേണ്ടിയിട്ട്.
ആ ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഈ ആടിനെ ഇങ്ങനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതിൽ ഈ ഉമർ അള്ളാഹുവിൻ്റെ വിചാരണയെ ഭയപ്പെടുന്നു. വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നവനായ നീ മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു, അള്ളാഹുവിൻ്റെ വിചാരണയെ ഭയപ്പെടുന്നു. യൂഫ്രട്ടീസ് നദീതീരത്ത് ഏതെങ്കിലും ഒരു ആട്ടിൻകുട്ടിക്ക് വെള്ളം കിട്ടാതെ വലഞ്ഞെങ്കിൽ അമീറുൽ മുഅ്മിനീനായ ഞാൻ അള്ളാഹുവിങ്കൽ വിചാരണ ചെയ്യപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരനെ തിരുത്തുകയും ആ ആടിനെ ശരിയാവണ്ണം തൻ്റെ ആലയിലേക്ക് അല്ലെങ്കിൽ തൻ്റെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ചിട്ടണം ലഭിച്ച ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉദാഹരണങ്ങൾ ഏറെയുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, മൃഗങ്ങളോട് ക്രൂരത കാണിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് നമ്മൾ വിചാരിക്കരുത്. കാണുന്ന ഉറുമ്പുകളെയൊക്കെ ചവിട്ടിയരച്ച്, അതുപോലെ തന്നെ നിരുപദ്രവകാരികളായ ജീവികളെ വെറുതെ കൊന്ന് മനസ്സിൻ്റെ ആനന്ദം കാണേണ്ടവരല്ല ഇസ്ലാമുകളും മുസ്ലിമുകളും. അവരതിനെ സംരക്ഷിക്കേണ്ടവരാണ്. എത്രയോ ഉദാഹരണങ്ങൾ ആ വിഷയത്തിൽ എണ്ണി എണ്ണി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വളരെ കാരുണ്യമായ ഇസ്ലാം പിന്നെ എന്തുകൊണ്ടാണ് മൃഗബലി അനുവദിച്ചത് എന്നതാണ് ചോദ്യം. എൻ്റെ വിഷയം മൃഗബലിയും വിമർശനങ്ങളും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ മൃഗബലി ഉണ്ടായത്? മൃഗത്തെ ബലിയെറുക്കാൻ ഇസ്ലാം അനുവദിക്കാൻ പാടുണ്ടോ? ഈ ഇത്തരം വിമർശനം ഉന്നയിക്കുന്ന യുക്തിവാദികളോട് തിരിച്ചു ചോദിക്കാൻ, ഒരു മൃഗത്തെ ബലി അറുത്തില്ലെങ്കിൽ, ഒരു മൃഗത്തെ ഒന്നും ഇവിടെ ബലിയെറുക്കുന്നില്ല, ഇവിടെ പോത്തിനെയും ആടിനെയും ഒന്നും ബലിയെറുക്കുന്നില്ല, എന്താ സംഭവിക്കുക? കുറേ കാലം കഴിഞ്ഞ് ഇതിനെക്കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ലാത്ത സന്ദർഭത്തിൽ ഇതിനെ ആളുകൾ അനാവശ്യമായി കൊല ചെയ്യും. ആ സംഭവങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ആട് അല്ലെങ്കിൽ ഒരു പശു അല്ലെങ്കിൽ ഒരു കാളക്കുട്ടി, ഒരു പോത്ത്, അതിനെ ബലിയെറുക്കുന്ന സംവിധാനമില്ല. അതെന്താ? അതിനെക്കൊണ്ട് ജനങ്ങൾക്കുള്ള ഉപകാരം, അതിനെ വയലിൽ കന്നുകൂട്ടാൻ പറ്റൂല, അതിൽ നിന്ന് പാല് കിട്ടുന്നില്ല, അതിൻ്റെ ഇറച്ചി ഭക്ഷിക്കാൻ പറ്റൂല, ഒരു ഉപകാരവും ഇല്ലാത്ത ആ ജീവിയെ കൊന്നുകളഞ്ഞ സംഭവങ്ങൾ ഇഷ്ടംപോലെ ചരിത്രത്തിലുണ്ട്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് കാലനില്ലാത്ത കാലം എന്ന് പറഞ്ഞാൽ ഒരാൾ മരിക്കുന്നില്ലെങ്കിൽ അതിന് വേറെ അവസ്ഥകളിലേക്ക് അത് പോകും. അതാണ് ഒന്നാമത്തെ അതിൻ്റെ മറുപടി. രണ്ടാമത്തത്, ഇത് ഇസ്ലാം മാത്രം പറഞ്ഞൊരു കാര്യമല്ല. ഇസ്ലാം മാത്രമല്ല ബലിയെറുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹങ്ങളിൽ, ക്രൈസ്തവ സമൂഹങ്ങളിൽ, ബുദ്ധ സമൂഹങ്ങളിൽ ഒക്കെ ഈ ബലികർമ്മം എന്ന ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. യാഗങ്ങൾക്ക് വേണ്ടി, ഹോമങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് പശുക്കളെ ബലിയെറുത്ത സംഭവ കഥകൾ ഹൈന്ദവ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അത് ഓരോന്നും വിശദീകരിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നില്ല. ഹൈന്ദവ ഹിന്ദു മിസ്റ്റിസിസം എന്ന പേരിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു പ്രബന്ധത്തിൽ ഹൈന്ദവതയെക്കുറിച്ച് കൃത്യമായി പഠിച്ച ദാസ് ഗുപ്ത എന്ന് പറഞ്ഞ ഒരു ഹൈന്ദവ പണ്ഡിറ്റ് രേഖപ്പെടുത്തുകയാണ്, ബലിക്ക് വേദകാല ജനതയിൽ വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. ബലിക്ക് വേദകാല ജനതയിൽ വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. ദൈവങ്ങളെക്കാൾ അവ ശക്തിമത്തായിരുന്നു. ദൈവങ്ങൾ ബലി അനുസരിച്ചാണ് സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്തിരുന്നത്. ബലി ശരിയായി നിർവഹിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഹിന്ദു മിസ്റ്റിസിസം എന്ന ഗ്രന്ഥത്തിൽ ദാസ് ഗുപ്ത എന്ന ഹൈന്ദവതയെക്കുറിച്ച് ആധികാരികമായി പഠിച്ച ഒരു പണ്ഡിതനാണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ ഞാൻ അതിനപ്പുറത്തേക്ക് വേറെ ഉദാഹരണങ്ങൾ വേണ്ടതില്ല എന്നതുകൊണ്ടാണ് മറ്റ് ഭാഗങ്ങൾ ഞാൻ സമയത്തെ ഭയന്നുകൊണ്ട് ഉദ്ധരിക്കാത്തത്. എന്ന് പറഞ്ഞാൽ ഹൈന്ദവതയെക്കുറിച്ച് ആധികാരികമായി പഠിച്ച പണ്ഡിതന്മാരെല്ലാം ഹൈന്ദവ സമൂഹങ്ങളിൽ യാഗങ്ങൾക്കായി ആയിക്കോട്ടെ, മറ്റു ഹോമങ്ങൾക്കാവട്ടെ, മറ്റ് സംഭവവികാസങ്ങൾക്കാവട്ടെ ബലികർമ്മങ്ങൾ നടത്തിയിരുന്നു. ഒന്നല്ല, ആയിരക്കണക്കിന് മൃഗങ്ങളെ ബലിയറുത്തിരുന്നു എന്നുള്ളത് കൃത്യമായി നമുക്ക് ചരിത്ര രേഖകളിൽ തെളിയിക്കാൻ പറ്റുന്ന വസ്തുതയാണ്. ഇനി ബൈബിളുകൾ പരിശോധിച്ചാൽ അതിലും ഈ വിഷയം കാണാൻ സാധിക്കും. ക്രൈസ്തവ മതത്തിലും ബലികർമ്മം സജീവമാണ്. നോഹ പ്രവാചകനെ കുറിച്ച് പറയുന്നിടത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയാണ്, പ്രളയം കഴിഞ്ഞപ്പോൾ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രളയത്തെക്കുറിച്ച് നമുക്കറിയാം. പ്രളയം കഴിഞ്ഞപ്പോൾ നോഹയുടെ ബലി മണത്തുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ബൈബിൾ പറയാണ്, പ്രളയം കഴിഞ്ഞ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നോഹ പ്രവാചകൻ രക്ഷപ്പെട്ടപ്പോൾ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ, ദൈവത്തെ പ്രണമിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ ധാരാളം ബലി നടത്തുകയുണ്ടായി. ആ ബലിയുടെ രക്തത്തിൻ്റെ മണം മനസ്സിലാക്കി ദൈവം
ഇതൊക്കെ മലയാളത്തിൽ നമുക്ക് ലഭ്യമായ ബൈബിളിൻ്റെ ട്രാൻസ്ലേഷൻ നമുക്ക് കൃത്യമായി വായിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആരും ഇസ്ലാമിനെ മാത്രം വിമർശിക്കേണ്ടതില്ല. നിങ്ങളുടെ ഇസ്ലാമിന് വലിയുണ്ടല്ലോ, നിങ്ങളുടെ ഇസ്ലാമാണല്ലോ ജന്തുക്കളോട് സ്നേഹമില്ലാത്തത് എന്ന് വിമർശിക്കാൻ ഒരൊറ്റ വിമർശകനും ഒരൊറ്റ യുക്തിവാദിക്കും ആധികാരികമായി അവകാശമില്ല. ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലുണ്ട്, ക്രൈസ്തവതയിലുണ്ട്, മറ്റെല്ലാ മതങ്ങളായി അറിയപ്പെട്ട എല്ലാ മതവിശ്വാസങ്ങളിലും ഈ ബലികർമ്മങ്ങളുണ്ട് എന്നതാണ് വസ്തുത. ഇസ്ലാം ആണെങ്കിലോ, ഇസ്ലാം ബലിക്ക് വേണ്ടി ബലികർമ്മത്തെ നടത്താൻ വേണ്ടി പറയുന്നില്ല. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പോരാണ്ടാണെന്ന്. ഹൈന്ദവതയിലും ക്രൈസ്തവതയിലും ഒക്കെ ദൈവപ്രീതിക്ക് വേണ്ടി ബലികർമ്മം നടത്തുമ്പോൾ, ദൈവപ്രീതി എന്നത് അള്ളാഹുവിനെ നമ്മളിങ്ങനെ നമസ്കാരം പോലെ നോമ്പ് പോലെ അള്ളാഹുവിന് കൊടുക്കേണ്ടുന്ന എന്തോ ഒന്നായിട്ടല്ല ഇസ്ലാം പരിഗണിക്കുന്നത്. മറിച്ച് പാവങ്ങൾക്കുള്ള ഭക്ഷണം കൊടുക്കുന്നതിലൂടെ അള്ളാഹുവിന് നിങ്ങളെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് ബലിയുടെ ആത്മസത്തയായി ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും വിഗ്രഹത്തിന് മുന്നിൽ ബലികർമ്മം നടത്തി അതിൽ ആ രക്തം വാർന്ന് ആ ഒരു വിഗ്രഹത്തിനെയോ അല്ലെങ്കിൽ ആ ഒരു ദേവതയെയോ സന്തോഷിപ്പിക്കുക എന്നതല്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. മറിച്ച് എന്താണ്? ബലികർമ്മം നടത്തുന്നതിലൂടെ ആ ലഭിക്കുന്ന മാംസം അവിടെയുള്ള പാവങ്ങൾക്ക് ഭക്ഷണമായി തീരണം. എന്തുമാത്രം മാനവികമായ, എന്തുമാത്രം സാമൂഹിക പ്രധാനമായ, എന്തുമാത്രം ജീവകാരുണ്യപ്രധാനമായ കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായത്തിലെ 151-ാമത്തെ വചനം, അതുപോലെ തന്നെ 17-ാം അധ്യായം സൂറത്തു ഇസ്രായിലെ 33-ാമത്തെ വചനം, സൂറത്ത് ഫുർഖാനിലെ 25-ാം അധ്യായത്തിലെ 68-ാം വചനം, ഈ വചനങ്ങളിലെല്ലാം സമയദൈർഘ്യം ഭയന്ന് ആയത്തുകൾ ഓരോന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, സമയത്തിന് നിർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആ ആയത്തുകളിലെല്ലാം മൃഗങ്ങളെ അന്യായമായി ബലി കഴിക്കാനോ വേദനിപ്പിക്കാനോ അതിനെ കൊന്നെടുക്കാനോ പാടില്ല എന്ന് ഖുർആൻ നമുക്ക് കൃത്യമായി വരച്ച് കാണിക്കുകയാണ്. എന്നാൽ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുക എന്നതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി പാവങ്ങൾക്കുള്ള ഭക്ഷണമായിട്ടാണ് ഇസ്ലാം ബലികർമ്മത്തെ നിശ്ചയിച്ചത്. വിശുദ്ധ ഖുർആൻ ഞാൻ ഓതി വെച്ച ഈ ആയത്തിൽ പറഞ്ഞു, ഇതിന് തൊട്ട് മുമ്പുള്ള വചനം, വൽബുദ്ന ജഅൽനാഹ, ആ ബലിമൃഗങ്ങളെ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ലക്കും മിൻ ശാഇരില്ലാ, അതിലൂടെ നിങ്ങൾ അള്ളാഹുവിനെയാണ് കാണേണ്ടത്. ഒരു ആടിനെ ബലിയറുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മൃഗത്തെ ബലിയറുക്കുമ്പോൾ ആ ബലിമൃഗത്തിലൂടെ പ്രതീക്ഷിക്കുന്നതും കാണുന്നതും അള്ളാഹുവിൻ്റെ പ്രീതിയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരാൾ കഅബയെ ചുറ്റുന്നു, ഒരു ഉദാഹരണമാണ്. കഅബയെ ഇങ്ങനെ തവാഫ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുന്ന് ഉംറക്ക് പോകുന്ന ഒരാളെ ചിന്ത, അതൊരു ബിൽഡിംഗ് അല്ലേ, അതിലിപ്പോൾ എന്താ ഉള്ളത്? ആ ബിൽഡിങ് ചുറ്റുന്നതിൽ ഒരു ബിൽഡിങ്ങിനെ വലയം വെക്കുന്നു, അതിലെന്താ ഉള്ളത് എന്ന് ചിന്തിക്കാം ഒരാൾക്ക്. നേരെ മറിച്ച് അയാൾക്ക് അതിലൂടെ അള്ളാഹുവിനെയും കണ്ടെത്താം. കാരണം കഅബാലയം അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. ഹജ്ജിൻ്റെ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അതിൽ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഇത് ശആഇറുള്ളയാണ്, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ്. വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കൽ ഈമാനിൻ്റെയും തഖ്വയുടെയും അടയാളമാണ്. അപ്പോൾ സഫയിലൂടെ ഓടുന്ന, മർവയിലൂടെ ഓടുന്ന, കഅബ തവാഫ് ചെയ്യുന്ന വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ ചിഹ്നമായിട്ടാണ് തോന്നുന്നത്. അതുപോലെ ഒരു പശുവിനെ, ഇന്നലെ വരെ അത് പശുവായിരുന്നു, അത് ബലിക്ക് വേണ്ടി നാം ബലികർമ്മം നടത്തുമ്പോൾ ശആഇറുല്ലാഹ്, അള്ളാഹുവിൻ്റെ ചിഹ്നമായിട്ടാണ് അതിനെ മനസ്സിലാക്കുന്നത്. അതിലൂടെ അള്ളാഹിൻ്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ അതിൽ ദൈവികത ഉണ്ട് എന്നല്ല, മറിച്ച് അതിലൂടെ ഞാൻ കാണുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിയും അള്ളാഹുവിന് വേണ്ടി എൻ്റെ ജീവിതത്തിൻ്റെ സകലമാന താല്പര്യങ്ങളെയും ബലിയെറുക്കുക എന്ന അള്ളാഹുവിൻ്റെ സമർപ്പിത ഭാവമാണ്. ഒരാൾ ബലികർമ്മം നടത്തുമ്പോൾ അതിലൂടെ അള്ളാഹുവിനാണ് സമർപ്പിക്കപ്പെടുകയാണ്. അയാളുടെ വൈകാരികമായ മോശമായ ചിന്തകളെ, അയാളുടെ അള്ളാഹുവിനെ എതിർത്ത് ജീവിക്കുവാനുള്ള ആഗ്രഹങ്ങളെ അയാൾ ബലിയെടുക്കുകയാണ്. അതാണ് അതിൻ്റെ പ്രതീകാത്മകത. അപ്പോൾ വൽബുദ്ന ജഅൽനാഹാ മിൻ ശആഇരില്ലാ, അത് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. ഫദ്കുറുസ്മല്ലാഹി അലൈഹാ, അള്ളാഹു ആ ബലികർമ്മം നടത്തുമ്പോൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഇസ്മുകളെ, അള്ളാഹുവിനെ നിങ്ങൾ പ്രകീർത്തിക്കണം. അതിങ്ങനെ വൈദാ വജബത് ജുനൂബുഹ, അതിങ്ങനെ താഴേക്ക് വീണാൽ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. അതിൽ നിന്ന് നിങ്ങൾ ആവശ്യക്കാരനും അതുപോലെ തന്നെ പ്രയാസപ്പെടുന്നവനും ഭക്ഷണം നൽകുകയും ചെയ്യണം. ഇസ്ലാമിൻ്റെ സമഗ്രമായ വളരെ മഹീതമായ കാഴ്ചപ്പാട് ഖുർആൻ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ വെറുതെ ഒരു ബലികർമ്മം നടത്തി അതിലെ കുറെ ഇങ്ങനെ താൻ പോരിമ കാണിക്കുക എന്നുള്ളതല്ല. ഞാൻ കുറെ ബലികർമ്മം നടത്തി. ജാഹിലിയത്തിൽ അങ്ങനെയായിരുന്നു.
ജാഹിലിയത്തിൽ അങ്ങനെയായിരുന്നു. എന്ത്? ഒരുപാട് ബലികർമ്മം നടത്തും, എന്നിട്ട് അതൊക്കെയും ആൾക്കാർക്ക് ഇങ്ങനെ ദാനം കൊടുക്കും. അതിൻ്റെ പേരിൽ ഞാൻ ഇത്ര വലിയ ബലികർമ്മം നടത്തിയ ആളാണ് എന്ന് താൻ പോരുമ കാണിക്കും. ഇസ്ലാം അതിനെ നിരുത്സാഹപ്പെടുത്തി. അതിനെ പറഞ്ഞു അത് പാപങ്ങൾക്കുള്ള ഭക്ഷണമായി ഇസ്ലാം നിശ്ചയിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ബലി എന്നത് മറ്റുള്ളവർക്കുള്ള ഭക്ഷണമായിട്ടാണ് ഇസ്ലാം നിശ്ചയിച്ചത്, അല്ലാതെ ബലിക്ക് വേണ്ടി ബലികർമ്മം നടത്തുക എന്നുള്ളതല്ല. ഒന്നാമത്തെ വിമർശനത്തിനുള്ള മറുപടിയാണത്. പിന്നെ ഇസ്ലാമിൻ്റെ വിമർശകർ പറയാറുള്ളത്, എന്നാലും നിങ്ങൾ കാണിക്കുന്ന അറവ് രീതി ശരിയല്ല. ഇത് ബലികർമ്മമൊക്കെ ശരിയാണെങ്കിലും എല്ലാ മതത്തിലുണ്ടെങ്കിലും അറുക്കുന്ന രീതി ശരിയല്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മൃഗത്തെ ഇത്ര കാരുണ്യമില്ലാതെ ഇങ്ങനെ അറുത്തു മാറ്റാൻ പറ്റുന്നത്? അത് വല്ലാത്തൊരു ക്രൂരതയാണല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിന് ബദലായി പരിഹാരമായി എന്താ നിങ്ങളുടെ അടുത്തുള്ളത് എന്ന് ചോദിച്ചാൽ അവരെങ്ങനെയാണ് കൊല്ലുന്നത്? ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്, തലക്കടിച്ച് കൊല്ലുകയാണ്, വൈദ്യുതി ഏൽപ്പിച്ചുകൊണ്ട് കൊല്ലുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ഇസ്ലാമിൻ്റെ ആ ഒരു അറബി രീതിയെ, എന്താണ് ഹലാൽ സ്ലോട്ടറിങ്, അതിനെ വിമർശിക്കുന്ന ആളുകൾക്ക് പകരം നൽകാനുള്ളത് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് ഇതിനെ, ആ ഒരു ജീവിയെ. അല്ലെങ്കിൽ തലക്കടിച്ച് കൊല്ലുകയാണ്. ഒരു വലിയ ആ ജീവി ഇങ്ങനെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം, യൂട്യൂബിൽ മറ്റൊക്കെ അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ആ ജീവികൾ ഇങ്ങനെ വരിയായി നിർത്തും, എന്നിട്ട് ഓരോന്നിനും ഇങ്ങനെ കടത്തിവിടും. ആ ഒരു പ്രത്യേക പോയിന്റിലെത്തുമ്പോൾ ഒരു വലിയ സാധനം വന്നിട്ട് തലക്കടിക്കുകയാണ്. തലക്കടിയുന്നതോടുകൂടി അത് ചെരിഞ്ഞു വീഴുകയാണ്. അപ്പോൾ ഉടൻ തന്നെ അത് അടുത്ത സെക്ഷനിലേക്ക് മാറുകയാണ്. ഇങ്ങനെ ആണ് ജീവികളെ കൊന്നുകളയുന്നത്. അല്ലെങ്കിലോ ആ ജീവികൾ ഇങ്ങനെ വരിക്ക് നിർത്തിയിട്ട് അതിൻ്റെ ഒരു പ്രത്യേകമായ ഒരു കറണ്ട് സപ്ലൈ അതിൻ്റെ കാലിലേക്ക് കൊടുക്കുകയാണ്. അത് കൊടുക്കുമ്പോൾ തന്നെ അത് വിറളി പിടിച്ച് താഴെ വീണ് അതിലൂടെ അത് മരണം പ്രാപിക്കുകയാണ്. ഇതാണോ കാരുണ്യപരം? അതല്ല. അതിനെ മാന്യമായി വളർത്തി, അതിന് വെള്ളം കൊടുത്ത്, അതിനോട് ഏറ്റവും നല്ല മാന്യമായ രീതിയിൽ പെരുമാറി, അതിനെ ഭംഗിയായി കിടത്തി, അല്ലെങ്കിൽ നിർത്തേണ്ടതാണെങ്കിൽ നിർത്തി, അതിനെ കൃത്യമായി അറുക്കുക എന്നുള്ളതാണോ കാരുണ്യപരം എന്ന് വിമർശകർ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹലാൽ അറവ് രീതിയിൽ നടക്കുന്ന എന്താണ്? ഹലാൽ സ്ലോട്ടറിങ്ങിൽ എന്താണ് നടക്കുന്ന പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴുത്തിലെ വലിയ ഞരമ്പ് രക്തക്കുഴലുകളാണ് മുറിക്കുന്നത്. അങ്ങനെ മുറിക്കപ്പെടുന്നത് കൊണ്ട്, അതായത് നമ്മുടെ ഒരു ഉരുവിനെ കിടത്തി അതിൻ്റെ ആ വലിയ രക്തക്കുഴലുകൾ കഴുത്തിലുള്ളത് മുറിക്കുന്നതോടുകൂടി ഉരുവിന് പെട്ടെന്ന് ബോധം നഷ്ടപ്പെടുന്നു. മാത്രമല്ല ഹൃദയമിടിപ്പ് കൂടുന്നു. ഹൃദയമിടിപ്പ് കൂടുമ്പോൾ പിന്നെ പ്രഷർ വർദ്ധിക്കുന്നു ശരീരത്തിൽ, ആ ഉരുവിൻ്റെ. അങ്ങനെ രക്തസമ്മർദ്ദം കൂടിയിട്ട് രക്തം പൂർണ്ണമായി പെട്ടെന്ന് വാർന്നു പോകുന്നു. ഒരു 2, 3, 4 സെക്കൻഡിനുള്ളിൽ ആ ഉരു എന്ത് ചെയ്യുന്നു? പൂർണ്ണമായി മരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അറക്കുന്ന സന്ദർഭത്തിൽ ആ ജീവിയിൽ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണിത്. പെട്ടെന്ന് ഈ എന്താ പറയുക, ഖണ്ഡനാഡി, ജീവനാഡിയാണ് അറുത്ത് കളയുന്നത്. അപ്പോൾ അതിലൂടെ പെട്ടെന്ന് രക്തം വാർന്നൊഴുകി ഈ ജീവിക്ക് പ്രഷർ കൂടി, അതിൻ്റെ ഹൃദയമിടിപ്പൊക്കെ കൂടിയിട്ട് പെട്ടെന്ന് രക്തം മുഴുവനും വാർന്നൊഴുകി അത് മരണത്തിലേക്ക് 2 or 3 മിനിറ്റ് കൊണ്ട് പ്രാപിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, പൂർണ്ണമായി അത് മരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ അതിനെ തൊലിയിരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി മരിക്കാനുള്ള, ആ ജീവിക്ക് മരിക്കാനുള്ള അവസരമാണ് ഹലാൽ സ്ലോട്ടറിങ്ങിൽ കൊടുക്കുന്നത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ വിമർശകർ കാര്യമായി ഉന്നയിക്കുന്ന കറണ്ട് സപ്ലൈ ചെയ്ത് പിന്നെ അതിനെ കൊല്ലുക, അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ തന്നെ മറ്റെന്തെങ്കിലും പിന്നെ തലക്കടിച്ചും ശ്വാസം മുട്ടിച്ചും കൊല്ലുക എന്നതിനെക്കുറിച്ചൊക്കെ ലോകത്ത് പഠിച്ച പണ്ഡിതന്മാരും ഡോക്ടർമാരും കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. ജർമ്മനിയിലെ മ്യൂണിക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഷൂൾസ്, ഡോക്ടർ ഹസീം എന്നിവർ ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചു. ലോകത്ത് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനം നടത്തിയിട്ട് അവർ പറയാണ്, ക്യാപറ്റീവ് ബോൾട്ട് സ്റ്റണ്ണിങ് എന്നാണ് ഇതിനവർ നാമകരണം കൊടുത്തത്. ക്യാപറ്റീവ് ബോൾട്ട് സ്റ്റണ്ണിങ് എന്ന് പറഞ്ഞാൽ സഡൻ ആയിട്ട് അതിനെ കൊന്നുകളയാ. നിങ്ങൾ ആലോചിച്ചോ എത്രമാത്രം ക്രൂരതയാണ്. ഒരു ജീവിയെ കൊണ്ടുവന്നിട്ട് അതിനെ ഷോക്ക് അടുപ്പിച്ച് അപ്പടം കൊന്നുകളയാ. അതിനെപ്പറ്റി അവർ പഠിച്ചപ്പോൾ പറഞ്ഞത് അതിക്രൂരവും അതുപോലെ തന്നെ പിന്നെ മാനുഷിക വിരുദ്ധവുമാണത് എന്നുള്ളതാണ്. അതിക്രൂരമാണ്. കാരണം എന്താ, ആ ഒരു ആദ്യ സമയത്ത് തന്നെ ഈ ജീവിയുടെ ബോധം നഷ്ടപ്പെടുന്നു. ബോധം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്താണ്? അതിൻ്റെ രക്തം പൂർണ്ണമായി വാർന്നൊഴുകുന്നില്ല. ബോധം നഷ്ടപ്പെട്ട് അതിങ്ങനെ പിടച്ച് മരിക്കുന്ന സന്ദർഭത്തിൽ രക്തവാർച്ച ഉണ്ടാകുന്നില്ല. രക്തവാർച്ച ഉണ്ടാകാത്ത സന്ദർഭത്തിൽ
ഇതിന്റെ മാംസത്തിന് രക്തം കലർന്ന മാംസമാണ് പിന്നീട് ആളുകൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നത്. അതിലൂടെ അതിമാരകമായ രോഗമാണ് ഉണ്ടായിത്തീരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇസ്ലാം എന്ത് സമഗ്രമാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, എന്ത് സമഗ്രമാണ് ഇസ്ലാമിന്റെ എല്ലാ നിർദ്ദേശങ്ങളും. ഒരു ഉരുവിനെ നമുക്ക് പല രീതിയിൽ കൊല്ലാം. ഒരു കയറ് വലിച്ചിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലാം, അതിനെ ഷോക്കടിപ്പിച്ച് കൊല്ലാം, അതിനെ തലക്കടിച്ച് കൊല്ലാം. പക്ഷെ ഇസ്ലാം നിർദ്ദേശിച്ച മാർഗം വിമർശകർക്ക് തൊടാൻ പോലും കഴിയാത്ത വിധത്തിൽ അന്യൂനമാണ്, അതുല്യമാണ്. കാരണം എന്താ? രക്തം പൂർണ്ണമായി വാർന്നൊഴുകി അത് മനുഷ്യന്റെ ഭക്ഷണത്തിന് ഉപയോഗമാവുന്ന വിധിയിൽ കൃത്യമായിട്ടാണ് ഇസ്ലാം സംവിധാനിച്ചത്. അതിനെപ്പറ്റി പഠിച്ച പണ്ഡിതന്മാർ പറയാണ്, ഈ ഒരു ഹലാൽ സ്ലോട്ടറിങ്ങിൽ 2-3 മിനിറ്റിനുള്ളിലാണ് ഈ ജീവി മരിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ക്യാപറ്റീവ് ബോൾട്ട് സ്റ്റണ്ണിങ് രൂപത്തിൽ ഈ ഒരു മൃഗങ്ങളെ കൊന്നുകളയുമ്പോൾ അത് 2-4-6 മിനിറ്റുകൾക്കുള്ളിൽ അതിനെ അത്തരത്തിലും വേദന അനുഭവിച്ചാണത് പടഞ്ഞു മരിക്കുന്നത്. രക്തം വാർന്നൊഴുകുന്നില്ല. മാത്രമല്ല, ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ രക്തം കലർന്ന മാംസമാണ് കിട്ടുന്നത്. അപ്പൊ ഇസ്ലാമിന്റെ വിമർശകർ ഇസ്ലാമിനെ വിമർശിക്കുന്നത് വസ്തുതാപരമല്ല, സതുദ്ദേശപരമല്ല. മൃഗബലിയിൽ ഏറ്റവും ഉദാത്തമായ നിയമങ്ങളാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത്. മാത്രമല്ല, വിമർശകർ പറയാണ്, നിങ്ങൾ കാണുന്നില്ലേ മുസ്ലിമീങ്ങൾ, ഇസ്ലാമിന്റെ വക്താക്കൾ എന്താണ് നാടിലുടനീളം ബലിമൃഗങ്ങളെ വെയിലിൽ പൊരിവെയിലത്ത് നടത്തി അടിച്ച് അതിനെ നടത്തിക്കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ വാഹനത്തിൽ 10-20 മൃഗങ്ങളെ ഒന്നിച്ച് കൂട്ടിക്കെട്ടി ശ്വാസം മുട്ടിച്ച് അതിനെ കൊണ്ടുപോകുന്നു. ഇതൊക്കെ മുസ്ലിമീങ്ങളുടെ ഏർപ്പാടാണ്. പ്രിയപ്പെട്ട വിമർശകന്മാരോട് സ്നേഹബുദ്ധിയ പറയാനുള്ളത്, ഇതിനെയൊന്നും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. നാട്ടിൽ കാണുന്ന മൃഗങ്ങളോടുള്ള എല്ലാ ക്രൂരതയും ഇസ്ലാമിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എഴുതി ചേർക്കരുത്. ഇസ്ലാം അതിനെ അനുകൂലിക്കുന്നില്ല. ഇസ്ലാം മൃഗങ്ങളോട് വളരെ സ്നേഹത്തിൽ പെരുമാറാനാണ് പഠിപ്പിച്ചത്. 1-2 കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഇസ്ലാം എങ്ങനെയാണ് മൃഗത്തെ അറുക്കേണ്ടത് എന്ന് കൽപ്പിച്ചെടുത്ത് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് മൃഗത്തെ അറുക്കണം. ഇദാ സബഹ്തും, നിങ്ങൾ ഒരു മൃഗത്തെ അറുക്കുകയാണെങ്കിൽ ഫഅഹ്സിനു ദിബ്ഹ, നിങ്ങൾ അതിന് അറവ് രീതിയെ നന്നാക്കണം. എങ്ങനെ അറവ് രീതി നന്നാക്കേണ്ടത്? ഫൽയുഹദ്ദി ശുഫറതഹു ഫൽയുരിഹ് ദബീഹതഹു. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പഠിപ്പിക്കാൻ, നിങ്ങൾ അതിൻ്റെ കത്തി നന്നായി മൂർച്ച കൂട്ടണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് ആ മൃഗത്തെ അറുത്ത് അതിന് വേദന ലഘൂകരിച്ചു കൊടുക്കണം. നേരത്തെ പറഞ്ഞ ഒരുപാട് വേദന അനുഭവിക്കുന്ന മരണമല്ല ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്, കത്തി മൂർച്ച കൂട്ടി അറുക്കാനാണ്. ഒരു ദിവസമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങാടിയിലൂടെ നടന്നു പോവാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ആടിനെ ഇങ്ങനെ വലിച്ചുകൊണ്ടുപോവാണ്. നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു സന്ദർഭം, ആടിനെ വലിച്ചുകൊണ്ടുപോവാണ്. എന്തിന്? അറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റസൂലുള്ളാഹി അയാളെ തിരുത്തി. വേറൊരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ കാണുകയാണ്. ആ മനുഷ്യൻ ആടിനെ അറുക്കാൻ വേണ്ടി കാലിൽ 2 കെട്ടിയിട്ടിട്ട് കത്തി മൂർച്ച കൂട്ടുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആടിനെ അറുക്കാൻ കിടത്തുകയാണ്. എന്നിട്ട് കത്തി മൂർച്ച കൂട്ടുമ്പോൾ മഹാനായ കാരുണ്യത്തിന്റെ പ്രവാചകൻ ആ മനുഷ്യനോട് ചോദിച്ചു, നീ ഈ മൃഗത്തെ 2 പ്രാവശ്യം അറുക്കുകയാണോ? 2 പ്രാവശ്യം അറുക്കുകയാണോ എന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ട് പറഞ്ഞു, ആദ്യം നീ ആ അറുക്കുന്ന കത്തി മൂർച്ച കൂട്ടി വെച്ച് എന്നിട്ടാണ് ഉരുവിനെ അറുക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അത്ര പോലും അതിനെ വേദനിപ്പിക്കരുത് എന്നർത്ഥം. മറ്റൊരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, ഇബ്നു മാജ ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ബലിയറുക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ പെട്ടെന്ന് ബലിയറുക്കണം. മാത്രമല്ല, മറ്റ് മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് അതിനെ ബലിയറുക്കാനും പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരുപാട് മൃഗങ്ങളുണ്ട്. അത് ഇപ്പം നമ്മുടെ ചിക്കൻ സ്റ്റാളിലൊക്കെ പോയാൽ കാണുന്ന ഒരു പ്രശ്നം അതാണ്. കുറേ ചിക്കൻ ഉണ്ട്, കോഴികൾ അവിടെ ഉണ്ട്. അതിനൊന്നിനെ പിടിച്ച് മറ്റേനെ മുമ്പിൽ ഇങ്ങനെ ബലിയറുക്കുമ്പോൾ മറ്റതൊക്കെ ഇങ്ങനെ കരയുന്ന കാണാം. ശരിക്കും ഇസ്ലാമികമായ വിരുദ്ധമായ ഏർപ്പാടാണത്. മറ്റു ജീവജാലങ്ങൾക്ക് മുന്നിൽ വെച്ച് ഒരു ജീവിയെ ബലിയെറുക്കരുത് എന്നാണ് ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു പോകുന്നതിന് ചുരുക്കം, ഏറ്റവും പെട്ടെന്ന് ബലിയെറുക്കാനും കത്തി മൂർച്ച കൂട്ടുവാനും ഏറ്റവും വേഗത്തിൽ ജന്തുവിനെ ബലിയെറുത്ത് അതിനോട് ആശ്വാസം നൽകാനും അപ്രകാരം തന്നെ ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ ബലിയെറുക്കാനും ഏറ്റവും മാനുഷികവും ഏറ്റവും ആ ജീവിയോട് സ്നേഹസമ്പന്നവുമായി അതിനോട് ബലികർമ്മം നടത്താനും പഠിപ്പിച്ച ഇസ്ലാമാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ ഇസ്ലാം. അതുകൊണ്ട് തന്നെ വിമർശകർക്ക് ഇസ്ലാമിനെ പറ്റി വിമർശിക്കുവാനോ ഒരു മുസ്ലിമിന് ബലികർമ്മത്തിന്റെ പേരിൽ ഒരു അമുസ്ലിമിന്റെ യുക്തിവാദിയുടെ മുന്നിൽ തലകുനിക്കുവാനോ ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല, ഇസ്ലാം അവസരം നൽകിയിട്ടില്ല
എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. ഇസ്ലാമിന്റെ ഏതൊരു വസ്തുതയും, അത് ബലികർമ്മമാവട്ടെ, ജന്തുക്കളോടുള്ള സ്നേഹമാവട്ടെ, പരിസ്ഥിതിയോടുള്ള സ്നേഹമാവട്ടെ, എല്ലാം തന്നെ ഉദാത്തവും ഉന്നതവും മറ്റെല്ലാ മതങ്ങളെക്കാളും ഔന്നിത്യവുമാണ് എന്ന് അഭിമാന പുരസ്സരം ഉറക്കെ പറയാൻ ഏതൊരു മുസ്ലിമിനും സാധിക്കും. അതിൻ്റെ വസ്തുതകളിലേക്ക് ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ യുക്തിവാദിയുടെയും ആരോപണങ്ങൾ ഇസ്ലാമികമായ ആ വസ്തുതകൾക്ക് നിരക്കുന്നതല്ല, ശരിയല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു ബലികർമ്മത്തിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത്തരത്തിൽ ഒരുപാട് വിഷയങ്ങളിൽ ഇസ്ലാം കൃത്യമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് പഠിക്കുകയും ഇസ്ലാമിനെ സ്നേഹിക്കുകയും ആ ഇസ്ലാമിൻ്റെ സമഗ്രതയ്ക്ക് വേണ്ടി, ഇസ്ലാമിൻ്റെ ദഅവത്തിന് വേണ്ടി ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് അവസാനമായി പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിനെ ഇന്ന് യുക്തിവാദികളാവട്ടെ, ഇനി മറ്റേതെങ്കിലും സമൂഹങ്ങളാവട്ടെ, അവർ മറ്റു മതങ്ങളെ അല്ല വിമർശിക്കുന്നത്, യുക്തിവാദം എന്നതിൻ്റെ പേരിൽ ഇസ്ലാമിനെ മാത്രമാണ്. ആ ഇസ്ലാമിൻ്റെ അഭിമാനത്തോടെ ഇസ്ലാമിനെ നെഞ്ചേറ്റുകയും ആ ഇസ്ലാമിൻ്റെ അഭിമാനമുള്ള ആണും പെണ്ണുമായി മാറുകയും സമൂഹത്തിൽ ഞാനാണ് മുസ്ലിം, നിങ്ങൾക്ക് മുസ്ലിം ആണെങ്കിൽ എന്നെ നോക്കിക്കോളൂ എന്ന് പറയാവുന്ന നിലക്ക് അഭിമാനബോധമുള്ള മുസ്ലിം ആവുകയും ആ അഭിമാനബോധത്തിൽ തന്നെ വരും തലമുറയാകുന്ന നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുകയും ചെയ്യുക എന്ന ധാർമ്മികമായ ബാധ്യതയാണ് ഈ സമ്മേളനത്തിൽ ഇത്തരം വിഷയം അവതരിപ്പിച്ചുകൊണ്ട് വളരെ വിനീതമായി സമർപ്പിക്കാനുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുസ്ലിമായി ജീവിതാവസാനം വരെ ജീവിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉയർത്തിപ്പിടിച്ച് ജീവിക്കുവാനും ആ ഒരു കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യവും സമാശ്വാസവും വാങ്ങിക്കൊണ്ട് സന്തോഷത്തോടുകൂടി അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് യാത്രയാവാനും നാം പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ ഈ നമ്മുടെ നേതാക്കന്മാർക്ക്, നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാർക്ക് വേണ്ടി പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നിത്യവും പ്രാർത്ഥിക്കണമെന്ന് വ്യക്തിപരമായി എൻ്റെ സ്നേഹബുദ്ധിയെ ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.